പേരറിയാത്തൊരു ഭക്തൻ ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഓദിക്കൻ കുടുംബവും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന്. ഒരുപക്ഷെ ഇത് മേൽശാന്തിക്ക് ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനമാണെന്നും തന്ത്രിക്ക് ഗുരുവായൂരപ്പൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതേപോലെ ആണോ ചോദ്യം വന്നിരിക്കുന്നത്? ഈ ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെയാണോ എങ്കിൽ അങ്ങനെയല്ല ഇത് പറയാം. ഓദിക്കന്മാർ എന്ന് പറയുന്നത് ഇവിടെ 4 കുടുംബാംഗങ്ങളാണ് ഓദിക്കന്മാരായിട്ടുള്ളത്. മുന്നൂലം, പൊട്ടക്കുഴി, പഴയം, കക്കാട് തുടങ്ങിയ 4 ഇല്ലക്കാരാണ് ഓദിക്കൻ കുടുംബമായിട്ടുള്ളത്. മേൽശാന്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുലയോ വാലായ്മയോ ഒക്കെ വരികയാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ പൂജകളൊന്നും മുടങ്ങി പോവാതിരിക്കാൻ ഇവിടെ ഓദിക്കന്മാർ മേൽശാന്തിയുടെ എല്ലാ ഡ്യൂട്ടീസും ഓദിക്കന്മാരും ചെയ്യാറുണ്ട് കേട്ടോ. പുലയും വാലായ്മയും വന്നാൽ മാത്രമല്ല, എല്ലാ ദിവസവും ഓദിക്കന്മാർക്ക് അവിടെ ഗുരുവായൂരപ്പൻ്റെ പ്രവർത്തികൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. രാവിലത്തെ സപ്തശുദ്ധി അഭിഷേകം 108 ഉരുവാണ് വരുന്നത്. ഇതിൽ 25 വെച്ചിട്ട് 4 ഓദിക്കൻ കുടുംബക്കാരും 8 ഉരു മേൽശാന്തിയുമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ മേൽശാന്തിയുടെ അതുപോലെ തന്നെ പന്തിരടി പൂജ, ഉച്ചപൂജ, ഉദയാസ്തമന പൂജ ഒക്കെ അതിലെല്ലാം ഈ ഓദിക്കന്മാരുടെ സാന്നിധ്യവും കൂടി ഉണ്ട്. ഓരോ ഇല്ലക്കാർക്ക് ഊഴത്തിനനുസരിച്ച് അവരുടെ ഡ്യൂട്ടി വരാം. 4 ഇല്ലക്കാർക്കും ഒരു ദിവസം ഡ്യൂട്ടി ഉണ്ടായിരിക്കും കേട്ടോ. ഏത് സമയം എന്നുള്ളത് അവരുടെ ഊഴത്തിനനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ മേൽശാന്തി ചെയ്യുന്ന എല്ലാതും ഓദിക്കന്മാരും ചെയ്യാറുണ്ട് കേട്ടോ.